ചോദ്യം ഇങ്ങനെയാണ്, 25,000 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 6 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പലിശയാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എത്രയാണ് എമൗണ്ട് എന്ന് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് പലിശ നിരക്കെന്ന് തന്നിട്ടുണ്ട്, അതേപോലെ എത്ര മാസത്തേക്കാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഇവിടുത്തെ എമൗണ്ട് എത്രയാണ്? 25,000 രൂപ ആണല്ലോ. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8%. ഇനി 6 മാസത്തേക്കാണ്. ഓക്കെ ആണേ. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ സാധാരണ. അപ്പം അതിനെ നമുക്ക് ആദ്യം എന്തിലോട്ട് എടുക്കാം? ഇയറിലോട്ടാക്കാം, വർഷത്തിലോട്ട് ആക്കാം. അപ്പം 6 മാസം എന്ന് പറയുന്നത് എത്ര വർഷമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം n = 6 മാസം എന്ന് പറയുന്നത് 6 മൊത്തത്തിൽ എത്ര മാസമാണ്? 12 മാസം. അതായത് അര വർഷമാണ് എന്തെന്ന് പറയുന്നത്? 6 മാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അര വർഷം. അപ്പം എന്ന് പറയുന്നത് അര വർഷം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പലിശ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR/100. P എന്ന് പറയുന്നത് അവിടുത്തെ എമൗണ്ട്, N എന്ന് പറയുന്നത് വർഷം, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് /100. അപ്പം P കൊടുക്കാം 25,000 ഇൻറ്റു N എന്ന് പറയുന്നത് അരയാണ് 1/2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8/100. നമുക്ക് ചെറുതാക്കാം. 2 × 4 ആണ് 8, 480. ഇവിടുന്ന് 2 0 ക്യാൻസൽ, ഇവിടുത്തെ 2 0 ക്യാൻസൽ. അപ്പം 250 × 4 എന്ന് കിട്ടും. 250 × 4 എത്രയാണ്? 1000 ആണ് അല്ലേ. അപ്പം 1000 രൂപയാണ് എന്തെന്ന് പറയുന്നത്? പലിശ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. അപ്പം 1000 രൂപയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പലിശ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1000 രൂപയാണ് പലിശയായിട്ട് നമുക്ക് കിട്ടുന്നത്.